കഥയുടെ തുടക്കത്തിൽ കഥാനായികയായ ശാലുവിനെയാണ് കാണിക്കുന്നത്. അവൾ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോഴാണ് 10 വർഷം മുന്നേ പുനർജനിച്ചതായി അറിയുന്നത്. അവളുടെ അച്ഛൻ അവളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു സാധാരണ കുടുംബത്തിലേതുപോലെ പെൺകുട്ടികളെ പഠിച്ചിട്ടും വലിയ കാര്യമില്ല എന്നുള്ള തോട്ടാണ് അവളുടെ അച്ഛന്. അതിനാൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞ് അവളെ ഫാക്ടറിയിലേക്ക് ജോലിക്കായി വിടുന്നു. അവളോട് സ്നേഹമുള്ള തന്നെ അമ്മയ്ക്കും അനിയനുമാണ്. അങ്ങനെ അവൾ എല്ലാ വസ്ത്രങ്ങളും ബാഗിൽ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അതും ജോലിക്കാണ് പോകുന്നത് പറഞ്ഞ്. പഠിത്തത്തിൽ മിടുക്കിയായ ഷാലുവിന് കഴിഞ്ഞ ജന്മത്തിൽ മുത്തശ്ശിയും അമ്മാവനും അവൾക്ക് നമ്പർ 1 സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തു. എന്നാൽ പെൺകുട്ടികൾ പഠിച്ചിട്ട് വലിയ കാര്യമില്ല എന്ന ചിന്തയിൽ നടക്കുന്ന അവളുടെ അച്ഛൻ സ്കൂളിൽ വിടാതെ ഫാക്ടറിയിലേക്കാണ് വിട്ടത്. എന്നാൽ വീണ് കിട്ടിയ ഈ ജന്മത്തിൽ അവളുടെ വിധിയുടെ ഇഞ്ചുപത മാറ്റിയെഴുതാൻ തന്നെയാണ് അവൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനായി എവിടെയാണ് പോകുന്നതെന്ന് പറയാതെ ഫാക്ടറിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെയും അമ്മാവൻ്റെയും വീട്ടിലേക്ക് പോകാനായി തീരുമാനിക്കുന്നു. ശേഷം അവൾ ട്രെയിനിൽ കയറുമ്പോൾ അതേ ട്രെയിനിലായിരിക്കും കഥാനായകനായ ജിയാങ്ങിനെ കണ്ടുമുട്ടുന്നത്. അപ്പോഴാണ് 10 വർഷം മുന്നേയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. മുൻ ജന്മത്തിൽ ഹീറോ മിക്കപ്പോഴും സ്കൂളിൽ വഴക്കുണ്ടാക്കുന്നതിനാൽ അവൻ്റെ പാരൻസ് നിർബന്ധിച്ചിട്ടാണ് ഫാക്ടറിയിൽ ചേർത്തെന്ന് കരുതി അവൾ ഹീറോയോട് പോയി മിണ്ടുന്നു. അന്നേരം ഫാക്ടറി ഓണർ വരുന്നത് കണ്ട് ഒരു ദിവസം 30 യുവാനാണ് കിട്ടുന്നത്. ഇവിടുത്തെ ബോസ് ഭയങ്കര പിശുക്കയാണ് എന്ന് പറഞ്ഞതും ബോസ് ഹീറോയുടെ അടുത്തേക്ക് വന്ന് മകനെ നിനക്ക് ഇവിടെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോഴാണ് അവൾ ഞെട്ടുന്നത്. കാരണം അമ്മയുടെ കുറ്റമാണല്ലോ പറഞ്ഞെന്ന് ഓർക്കുന്നു. അതിനുശേഷം അവർ ഇപ്പോഴാണ് കണ്ടുമുട്ടിയത്. ഹീറോയ്ക്ക് ഒപ്പമായിരിക്കും അവൾക്കും സീറ്റ്. ഇവളും ഇനി ഒന്നും ചോദിക്കാനില്ലേ എന്ന് പ്രതീക്ഷിച്ച് സീറ്റിലിരിക്കുന്നു. അങ്ങനെ അവനും അവൾക്കും ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തിയപ്പോൾ അവൻ അവൻ്റെ വഴിയിലും അവൾ അവളുടെ വഴിയിലേക്ക് പോകുന്നു. അവളുടെ അമ്മാവനായിരിക്കും അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയത്. വേഗം അവളുടെ ബാഗ് കാറിൽ വെച്ച് കയറുന്നു. എന്നാൽ ഇപ്പോഴും അവൾക്ക് ഹീറോയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് വരുന്നത്. അവൻ എന്തിനായിരിക്കും വന്നിട്ടുണ്ടാകുക? ഈ ജന്മത്തിൽ ഞാൻ എന്തിനാണ് ജിയാങ്ങിനെ കണ്ടത് എന്നൊക്കെ. ശേഷം അവൾ മുത്തശ്ശിയുടെ വീട്ടിലെത്തുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ അവളുടെ മുത്തശ്ശിയിൽ നിന്ന് ചൈനീസ് വൈവിധ്യശാസ്ത്രം പഠിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അവളുടെ അച്ഛൻ മെഡിക്കൽ പുസ്തകങ്ങൾ കത്തിച്ചു കളഞ്ഞു. മുത്തശ്ശിയുടെ വേർപാട് അവളെ ഒരുപാട് തളർത്തി. മുത്തശ്ശിയെ കണ്ടതും അവൾ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി നീയൊന്നും കൊണ്ടു പേടിക്കേണ്ട, നല്ലവണ്ണം പഠിക്കി, അങ്കിൾ ഞാനും കൂടെ ഉണ്ടെന്ന് പറയുന്നു. അവളുടെ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ പഠിച്ച് മുത്തശ്ശിയെ പോലെ ഒരു നല്ല ഡോക്ടർ ആകണമെന്നാണ്. മുത്തശ്ശി ഒരു വൈദ്യശാസ്ത്ര ഡോക്ടറും കൂടിയാണ്. പിറ്റേ ദിവസം ഷാലു അവളുടെ പുതിയ സ്കൂളിലേക്ക് എത്തുകയാണ്. ടീച്ചർ ഷാലുവിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പുതിയ ട്രാൻസ്ഫർ സ്റ്റുഡൻ്റ് ആണ് എന്ന് പറയുമ്പോൾ മറ്റു കുട്ടികൾ, പുതിയ ട്രാൻസ്ഫറായി വന്ന കുട്ടികൾ അവർ പഠിച്ച സ്കൂൾ മുതൽ എല്ലാ ക്ലാസ്സിലും ഒന്നാമതിനായിരിക്കും, കഴിവുള്ളവരാണെന്ന് ചർച്ച ചെയ്യുന്നു. ശേഷം അവൾ സീറ്റിൽ പോയിരുന്ന് ഇനി ഞാൻ നല്ലോണം പഠിക്കും എന്ന് പറഞ്ഞതും അതേ ക്ലാസ്സിലേക്ക് ജിയാങ് വരുന്നത് കാണുന്നു. അവനെ കണ്ടയുടനെ ഷാവു പെട്ടെന്ന് പുസ്തകം കൊണ്ട് മറച്ചു വെച്ച് ഇവനെന്താ ഇവിടെ? പക്ഷെ ജിയാങ് അവളെ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഷാലുവിൻ്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടി ഹൈസ്കൂളിലെ 2ാം വർഷത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ 2 ഡിമെരിറ്റുകൾ നേടിയ നമ്മുടെ സ്കൂളിലെ ചെകുത്താൻ ആൺകുട്ടിയാണ് ഇവനെന്ന് പറയുന്നു. അപ്പോഴേക്കും ഹീറോ അവളുടെ അടുത്തേക്ക് വന്ന് വഴി മാറാൻ ആംഗ്യം കാണിച്ചു. എനിക്കെന്താണ് ഇങ്ങനെയൊക്കെ ഒരു ദുരന്തങ്ങൾ വരുന്നത്? എന്തായാലും ഇനി വന്നു കൈകാര്യം ചെയ്തല്ലേ പറ്റൂ എന്നോർത്ത് വീണ്ടും കണ്ടുമുട്ടിലോ യാദൃച്ഛികമാണെന്ന് പറഞ്ഞ് കേക്ക് ക്യാൻറ്റീനായി കൈനീട്ടുന്നു. അപ്പോൾ ജിയാങ്ങിൻ്റെ സുഹൃത്ത് ക്ലാസ്സിൽ ഉറക്കം കഴിഞ്ഞ് തിരിഞ്ഞ് ഷാലുവിനെ നോക്കി നീയാണല്ലേ ട്രാൻസ്ഫർ ചെയ്ത് വന്നവൾ എന്ന് സംസാരിച്ചതിനാൽ ജിയാങ്ങിൻ്റെ സുഹൃത്തിനോട് സീറ്റ് മാറാനായി പറയുന്നു. എന്നാൽ സീറ്റ് മാറേണ്ട ആവശ്യമില്ല, കാരണം ഷാലുവിന് എന്നെ വളരെ ഇഷ്ടമാണ് എന്ന് ജങ് പറയുകയാണ്. സ്കൂൾ കഴിഞ്ഞ ശേഷം അവൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഹീറോ വഴിയിൽ അവളെ കാത്തു നിൽക്കുന്നുണ്ടായി. അവളുടെ കൈ പിടിച്ച് അടുത്ത തവണ ഈ റോഡിൽ പോകരുത് എന്ന് പറയുകയും അവളെ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് കരുതി പിന്നാലെ പോകുമ്പോൾ ഇവളും തെറ്റിദ്ധരിച്ച് എന്തിനാണ് എൻ്റെ പിന്നാലെ വരുന്നത്? നോക്കൂ, നീ എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ എൻ്റെ അമ്മാവനെ വിളിക്കും. സത്യത്തിൽ അവൻ അവളുടെ പിന്നാലെ വന്നതല്ല, അവളുടെ വീടിനടുത്തായിരിക്കും അവൻ്റെ വീട്. അതറിയുന്ന അവൾ ഇത് എന്തൊരു യാദൃച്ഛികമാണ്, എൻ്റെ വീടിന് തൊട്ടടുത്താണ് അവൻ്റെ വീട് എന്ന് മനസ്സിൽ ചിന്തിക്കുന്നു. അപ്പോഴാണ് ഷാലു ഒരു കാര്യം ഓർക്കുന്നത്. അവൻ്റെ ഫാമിലി നല്ല റിച്ചസ്റ്റ് ഫാമിലിയാണ്. പിന്നെ എന്തിനാണ് അവൻ ഇത്തരം സ്ഥലത്ത് താമസിക്കുന്നത്? അന്നേരം അവളുടെ അച്ഛൻ കോൾ ചെയ്ത് നീ എവിടെ പോയി എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുകയാണെന്ന് കേൾക്കുമ്പോൾ നീ പഠിക്കേണ്ട ആവശ്യമില്ല, പോയി ഫാക്ടറിയിൽ ജോലി ചെയ്യണം എന്ന നിലയിൽ തറപ്പിച്ച് പറയുമ്പോൾ ഞാൻ ഫാക്ടറിയിൽ ജോലിക്ക് പോകില്ല, എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് അവളും കോൾ കട്ട് ചെയ്യുന്നു.
തനിക്കെന്തായി ഇങ്ങനത്തെ പാരൻസ് കിട്ടി എന്നൊക്കെ ചിന്തിച്ച് കരഞ്ഞി കയറി വീട്ടിൽ വരുമ്പോൾ അമ്മാവൻ കരുതും ഇവളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരാത്തതിന്റെ ദേഷ്യത്തിലായിരിക്കുമെന്ന് കരുതി അവൾക്ക് ഇഷ്ടമുള്ള സ്നാക്സ് എല്ലാം കൊടുത്തിട്ട് ഞാൻ ഉറങ്ങിപ്പോയടാ, അതുകൊണ്ടാണ് നിന്നെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്തത്. കഴിഞ്ഞ ജന്മത്തിലും ഇവളുടെ അമ്മാവന് അവളുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ആയിരുന്നു എന്ന് ചിന്തിക്കുന്നു. ആരുമില്ല അമ്മാവ എന്ന് പറഞ്ഞു പോകുന്നു. ഇവിടെ ആണെങ്കിൽ ജിയാങ്ങിന്റെ സുഹൃത്തിന്റെ വീട്ടിലായിരിക്കും താമസിക്കുക. പക്ഷെ അവൻ ഇതിനു മുന്നേ ഒരു വലിയ വില്ലയിലായിരുന്നു താമസിച്ചത്. കാരണം ഹീറോ ഒരു കാശുള്ള കുടുംബത്തിലെ കുട്ടിയാണല്ലോ. അതുകൊണ്ട് അവന്റെ പാരൻസ് ഇതേപോലുള്ള കുടിസു വീട്ടിൽ താമസിക്കാനേ ഒട്ടും തന്നെ സമ്മതിക്കില്ല. അടുത്ത ദിവസം ഷാലും സ്കൂളിലെത്തുമ്പോൾ രണ്ട് കുട്ടികൾ ജിയാങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നുണ്ടായി. രണ്ട് കുട്ടികളുമായി തർക്കത്തിലിട്ടപ്പോൾ കൊല്ലുമെന്ന് വെല്ലുവിളിച്ച് അത്തരമൊരു ആളുമായി ചെങ്ങാത്ത കൂട്ടാനും ബുദ്ധിമുട്ടാണെന്ന് കേൾക്കുന്നു. അവൾ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ചില ആൺകുട്ടികൾ ഹീറോയെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടായി. ജിയാങ് ഇടവഴിയിൽ വെച്ച് ഓരോ ആൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയത് കണ്ടെന്നും അവനൊരു പാവപ്പെട്ട പയ്യനെ പോലും വെറുതെ വിടുന്നില്ല, അവൻ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്ന് പറയാൻ തന്നെ നാണക്കേടാണ്. ഷാലുൻ ഇതെല്ലാം കേട്ടപ്പോൾ അവൾക്ക് ഇത് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല. സ്കൂൾ വിട്ട് പോകും വഴിയിൽ വെച്ച് തന്നെ ജിയാങ് ഒരു പയ്യന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത് അവൾ കാണുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരെയും ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നെന്ന് മറ്റു വിദ്യാർത്ഥികൾ പറഞ്ഞതായി അവൾ ഓർക്കുകയും ഇവൻ ഇത്ര വലിയ പിശാശാണോ? കഴിഞ്ഞ ജന്മത്തിൽ ഷാലുൻ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ജിയാങ് അവളെ കൊണ്ട് എല്ലാ ജോലികളും വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കുമെന്നും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ക്യാഷിനുള്ള കുറവുണ്ടോ? ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇത്രയും ക്യാഷ് നിനക്കെന്തിനാ? നിന്റെ വീട്ടുകാരൊന്നും തന്നില്ലെന്ന് ചോദിക്കുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിനക്കൊക്കെ തോന്നുന്നുണ്ടോ? നീ നിന്റെ കാര്യം നോക്കടി കൊച്ചെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ടീച്ചർ ജിയാങ്ങിന്റെ അടുത്തേക്ക് വന്ന് ഈ കാഴ്ച കണ്ട് നീ ഇപ്പോൾ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയോ? നിന്റെ മാതാപിതാക്കളെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പേടിപ്പിച്ചെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അവർ വിളിച്ചൊന്ന് ധൈര്യത്തോടെ അവൻ പറഞ്ഞതിനാൽ ടീച്ചർ ജിയാങ്ങിന്റെ അമ്മയെ വിളിച്ച് കാര്യം പറയാനായി തുടങ്ങിയതും അവന്റെ അമ്മയ്ക്ക് തിരക്കിലാണെന്നും സംസാരിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് കോൾ കട്ടാക്കുന്നു. അടികൊണ്ട പയ്യൻ ഇവന്റെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്ന് പറഞ്ഞ് ബാഗും കൊടുത്തിട്ട് പോകുന്നു. ഇതെല്ലാം കണ്ട ഷാലുൻ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? തല്ലുകൊണ്ടവൻ അവനോട് ക്ഷമ പറഞ്ഞിട്ട് എന്തിനാ പോയി എന്ന് ചിന്തിക്കുമ്പോൾ അവൾ അങ്ങനെ ചിന്തിച്ചു നിൽക്കവേ ആ പയ്യൻ അവളെ തട്ടിയിട്ടായിരിക്കും പോവുക. ഉടനെ ജിയാങ് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ വീഴ്ചയിൽ അവളുടെ കാലും പൊട്ടിയിരിക്കുന്നു. അതിനാൽ അവൻ അവളെ ചുമന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു. അപ്പോൾ അവൾ എന്തിനാണ് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നതെന്ന് ചോദിക്കുന്നു. അവൻ്റെ അച്ഛൻ കടം വാങ്ങിച്ച് ഒളിച്ചോടി. അമ്മ കുട്ടിക്കാലം മുതൽ ഒറ്റയ്ക്കാണ് അവനെ വളർത്തിയത്. അവൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പാവപ്പെട്ടവരെ കൊള്ളയടിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ സഹതാപം എന്നൊരു കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനവൻ ചുമന്നത് കൊണ്ട് എനിക്ക് സഹതാപമുണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നു. എന്നാൽ ഇതെല്ലാം മറിഞ്ഞു നിന്ന് അടിച്ച പയ്യനും ഒരുത്തനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എന്നാൽ കൂടെ അവളുള്ളതിനാൽ അവൻ്റെ മുന്നിൽ പോകുന്നില്ല. കാരണം അവനായിട്ടാണല്ലോ പ്രശ്നമുള്ളത്. അങ്ങനെ അവൻ ഷാലുവിനെ വീട്ടിൽ വരെ കൊണ്ടുവന്നാക്കുകയാണ്. അവളെ അത്രയും ദൂരം കൊണ്ടുവന്നതിനാൽ അവൻ്റെ കൈക്ക് നല്ല രീതിയിൽ വേദന അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഷാലുൻ തൻ്റെ മുത്തശ്ശി ഒരു ഡോക്ടറാണ്, മുത്തശ്ശിയെ കാണിക്കാമെന്ന് പറഞ്ഞെങ്കിലും എന്നാലും അവൻ വേണ്ട, ഇത്രയും ആയില്ലേ ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് വൈദ്യശാസ്ത്രത്തിൽ അല്പം അറിവുണ്ടല്ലോ, സോ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് കയറ്റി കൈ തിരിച്ച് പിരിച്ചുമൊക്കെ നോക്കുന്നു. അടുത്ത ദിവസം ഷാലുൻ റോട്ടിലൂടെ നടക്കുമ്പോൾ അവൻ്റെ അടിച്ചൊടിച്ചൊരുത്തൻ ഫ്രണ്ടിനെ കൂട്ടി അവളെ തടയുകയും അവളെ ശല്യപ്പെടുത്താൻ തുടങ്ങി. നീ എന്താ ഇപ്പോഴും അവൻ്റെ കൂടെയാണല്ലോ, ഞങ്ങളുടെ അടുത്തേക്ക് വരില്ലെന്ന് പറയുമ്പോൾ ജിയാങ് എൻ്റെ കാമുകനാണ്, എന്നെ തൊട്ടെന്ന് അറിഞ്ഞാൽ അവൻ എനിക്ക് വേണ്ടി നിങ്ങളോട് ചോദിക്കും, ഞാൻ കള്ളം പറഞ്ഞതല്ല. എന്നാൽ ജിയാങ് പിന്നിൽ നിന്ന് വന്ന് ഇത് കേൾക്കുന്നുണ്ടായി. ഇവരും നീ അവൻ്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ അവനെ വിളി, നീ പറയുന്നത് സത്യമാണല്ലോ എന്ന് നോക്കാലോ എന്ന് പറയുമ്പോൾ ഇവളാകെ പെട്ട അവസ്ഥയായി. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് കരുതി ഓടുമ്പോൾ പിന്നാലെ ജങ് അവിടെ നിൽക്കുന്നുണ്ടായി. ശേഷം അവരെ അടിച്ച് താഴെയിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് ഓടിപ്പോവുകയാണ്. എന്നിട്ട് അവളെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തതിന് അവൾ അവന് മിൽക്ക് ടീ വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവൻ നീ എന്തിനാണ് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞത്, അതോ ഞാൻ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞതാണ്, നിന്റെ പേരല്ലാതെ വേറെ പേര് വന്നില്ലെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകുന്നു. പിറ്റേന്ന് പ്രിൻസിപ്പൽ ഇക്കാര്യം അറിയുകയും നീ 1-2 തവണയല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇതിപ്പോൾ കുറെ തവണയായി, ഇനി പ്രശ്നമുണ്ടാക്കിയാൽ നിന്റെ വീട്ടുകാരെ വിളിച്ച് ഞാൻ നിനക്ക് TC തന്നു വിടുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുവന്ന ഷാലുൻ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് കയറി ഇവൻ അവരുമായിട്ട് തർക്കമുണ്ടാക്കിയത് എന്നെ ഹെൽപ്പ് ചെയ്യാനാണ്, എന്നെ ശല്യപ്പെടുത്താൻ വന്നവരെ ഓടിച്ചാണ്, ഇത്തവണ എനിക്ക് വേണ്ടി ഇവനോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ നാളെ സ്കൂളിൽ വരുമ്പോൾ എല്ലാവർക്കും മുന്നിൽ ചെയ്ത തെറ്റിനും എല്ലാത്തിനും അസംബ്ലിയിൽ നിന്ന് ക്ഷമ പറയാനായിട്ട് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും പറഞ്ഞയക്കുകയാണ്. പിറ്റേന്ന് അസംബ്ലിയിൽ വെച്ച് ടീച്ചർ ഷാലുവിൻ്റെ അടുത്തേക്ക് വന്ന് ജിയാങ് വന്നില്ലല്ലോ, അവൻ വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെന്ന് ചോദിക്കുന്നു. ഇവളും അവനെ കാണാത്തോണ്ട് പേടിച്ച് നിൽക്കുകയാണ്.
അപ്പോൾ അവിടേക്ക് ജിയാങ് വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ക്ഷമ പറയുകയാണ്. അത് കാണുന്ന മിക്ക സ്റ്റുഡൻസും ഷോക്കാവുകയാണ്. കാരണം ഇത്രയും നാളും ആരുടെ മുന്നിൽ താഴത്തവൻ ക്ഷമ പറഞ്ഞത് കേട്ടതിന്. എന്നാൽ ക്ലാസ്സിൽ വെച്ച് അവൻ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നാൽ ആ നിമിഷത്തിൽ ജങ് ബോധം കെട്ട് വീഴുകയും ഉടനെ സ്റ്റുഡൻസ് എല്ലാവരും അവനെ പൊക്കി ആശുപത്രിയിലേക്ക് ഓടി. അത് കണ്ട ഷാലു ആകെ അസ്വസ്ഥയാകുകയാണ്. അപ്പോഴാണ് ജങ്ങിന്റെ സുഹൃത്ത് വന്ന്, നീ കൊടുത്തയച്ച ലെറ്റർ ഞാൻ കാരണം കളഞ്ഞുപോയി, അതെടുക്കാൻ വേണ്ടി ഇന്നലത്തെ രാത്രിയിലെ പെരുമഴയിൽ തപ്പിയിറങ്ങിയത് കൊണ്ടാണ് അവന് വയ്യാതെ പോയെന്ന് ഷാലിനോട് പറയുന്നു. അപ്പോൾ അവൾ, അതെങ്ങനെ, രാവിലെ ഞാൻ അവനെ കണ്ടതായിരുന്നല്ലോ ഒരു പയ്യനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നത്. അപ്പോഴാണ് ജിയാങ് അവനെ പണം കൊണ്ട് സഹായിക്കുകയായിരുന്നെന്നും അതിനു വേണ്ടിയായിരുന്നു ചായക്കടയിൽ ഇത്ര ദിവസം അവൻ ജോലി ചെയ്തെന്നും അവൾക്ക് മനസ്സിലാവുകയാണ്. ഇത്രയും നാളും അവനെക്കുറിച്ച് തെറ്റായ വാർത്തകളാണല്ലോ കേട്ടെന്ന് കരുതി അവൾ നേരെ അവനോട് ക്ഷമ പറയാനായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അന്നേരം അവളെ തേടി വന്ന അമ്മാവൻ ആശുപത്രിയിൽ വെച്ച് അവളെ കാണുകയും അവളെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഷാലു വീട്ടിൽ വന്ന ശേഷം അവർ വേഗം അവളെ റൂമിലിട്ട് കൂട്ടുന്നു. കാരണം അവളുടെ അച്ഛൻ അവിടെ വന്നിട്ടുണ്ടായി. ഷാലുവിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ. എല്ലാത്തിനുപരി ഒരു പെൺകുട്ടിയാണ്, ജോലി ചെയ്ത് മാത്രമേ പണം സമ്പാദിക്കൂ എന്ന് പറയുന്നു. ദേഷ്യം വന്ന അമ്മാവൻ, അതിന് നിങ്ങളിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ടാണോ അവളിവിടെ വന്ന് പഠിക്കുന്നത്? അല്ലല്ലോ, പിന്നെ എന്താണ് പ്രശ്നം? അപ്പോഴാണ് അറിയുന്നത് അവളുടെ അച്ഛൻ വന്ന് തന്നെ അവളെ അത്ര നാൾ വളർത്തിയ ക്യാഷ് നേടിയെടുക്കാനാണ്. അത് കേട്ടതും, നിങ്ങൾ നിങ്ങളുടെ മകളെ വിൽക്കാനാണ് കൊണ്ടുപോകുന്നത്? എന്തായാലും അവളെ ഞങ്ങൾ പറഞ്ഞു വിടില്ല. ഇനി ക്യാഷാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ കടം വാങ്ങിച്ചിട്ടെങ്കിലും തരാമെന്ന് പറയുന്നു. അതെല്ലാം കേട്ട ഷാലുൻ ആകെ വിഷമിച്ച് രാത്രിയിൽ വീടിന് പുറത്തിരുന്ന് കഴിയുന്നു. ആ സമയത്ത് ജിയാങ് വന്ന് അവളുടെ വായിലേക്ക് ലോലിപോപ്പ് വെച്ച് കൊടുത്ത്, എന്ത് പറ്റി, നിന്റെ അച്ഛൻ കാരണമാണോ നീ കരയുന്നത്? അപ്പോൾ ഷാലുൻ അല്ല എന്ന് പറയുന്നു. നീ എന്നെ മിസ് ചെയ്തുകൊണ്ടാണോ? അവളും അല്ല എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറുകയാണ്. ശേഷം അവൾ റൂമിലിരുന്ന് ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മാവൻ വാതിൽ തുറന്ന് അവളുടെ പ്രിയപ്പെട്ട പലഹാരങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഷാലുൻ അങ്കിളിനോട്, ക്ഷമിക്കണം, ഞാൻ കാരണം നിങ്ങളും മുത്തശ്ശിയും കുഴപ്പത്തിലായി. അങ്ങനെയൊന്നും പറയരുത്, നമ്മളൊരു കുടുംബമാണ്, മനസ്സിലായോ? നീ അച്ഛൻ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നന്നായി പഠിക്കുക. ഇതാണ് നിന്റെ പ്രായം. ബാക്കിയുള്ള കാര്യങ്ങൾ നിന്റെ അമ്മാവന് വിടൂ, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അല്ല, നാളെ നിന്റെ പിറന്നാളല്ലേ വരുന്നത്? നിന്റെ പിറന്നാൾ ഞങ്ങൾ നന്നായി ആഘോഷിക്കാം. പക്ഷെ അവൾക്ക് പിറന്നാൾ ആഘോഷിക്കാനേ താല്പര്യമില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് അമ്മാവൻ, നീ ഒന്നിനെ കുറിച്ച് വിഷമിക്കേണ്ട, ഭക്ഷണം കഴിച്ച് ഉറങ്ങാനായി നോക്കെന്ന് പറയുന്നു. പിറ്റേന്ന് അവൾ ക്ലാസ്സിൽ അസ്വസ്ഥയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് കണ്ട ഹീറോ അവൾ ക്ലാസ്സിന് പുറത്തേക്ക് വരുമ്പോൾ അവളെയും കൂടി സ്റ്റോറിലേക്ക് കൊണ്ടുപോയി ധാരാളം ഭക്ഷണങ്ങൾ വാങ്ങുന്നു. സത്യത്തിൽ അവളുടെ പിറന്നാൾ കൂടിയാണല്ലോ വന്നത്, സോ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ജിയാങ് ഒരുക്കുന്നത്. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെൺകുട്ടികൾക്ക് എന്തായിരിക്കും ഗിഫ്റ്റ് നൽകാൻ എന്ന് ചിന്തിച്ച് നിൽക്കവേ തൊട്ടടുത്ത പെൺകുട്ടിയോട് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്ന് ഏത് സമ്മാനം ലഭിച്ചാൽ അത് കിട്ടുന്നവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ അവളുടെ പിറന്നാൾ ദിവസം എത്തിയിരിക്കുകയാണ്. അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് മുത്തശ്ശി. ശേഷം അവൾ സ്കൂളിലെത്തുമ്പോൾ അവളുടെ ടീച്ചർ വന്ന്, നിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായി, അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞെന്ന്. ഇത് കേട്ട ഷാലും അസ്വസ്ഥയാകുകയും അവളുടെ അച്ഛൻ തന്നെ കാണാൻ ഇവിടെ വരുമെന്ന് ഉറപ്പായി. അവളെ പിന്തുണയ്ക്കുന്ന മുത്തശ്ശിയെയും അമ്മാവനെയും ജിയാങ്ങിനെയും ഓർത്ത് തന്റെ ജീവിതം ഒരു രോഗിയുടെ ജീവിതം പോലെയായി എന്ന് കരുതുന്നു. എന്നാൽ അവൾക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. അവൾ സ്കൂളിൽ നിന്ന് പോകുന്നില്ല, എനിക്ക് പഠിക്കണമെന്ന് പറയുമ്പോൾ അവളുടെ ടീച്ചർ സന്തോഷിക്കുകയും, വിഷമിക്കേണ്ട, നമുക്ക് പോം വഴി കാണുമെന്ന് ടീച്ചർ പറഞ്ഞിട്ട് പോകുന്നു. അന്ന് രാത്രി ഷാലുന്റെ അമ്മാവനും മുത്തശ്ശിയും അവൾക്ക് വേണ്ടി ബർത്ത്ഡേ ഒരുക്കി തയ്യാറായിരിക്കുകയാണ്. അവൾ വന്നതും മുത്തശ്ശി ജിയാങ്ങിനെ കൂടി വിളിക്കാനായി പറയുന്നു. അവന് വിളിക്കുമ്പോഴാണ് കുറച്ച് വൈകുമെന്ന് പറയുന്നു. ഇവിടെ അമ്മാവൻ അവൾക്ക് സമ്മാനമായിട്ട് ബ്രേസ്ലെറ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു സന്തോഷ നിമിഷത്തിൽ അപ്രതീക്ഷിതമായി അച്ഛൻ കടന്നു വരികയാണ്. അച്ഛൻ വന്നത് തന്നെ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ്. എന്നാൽ അമ്മാവൻ അച്ഛനെ തടയാൻ നോക്കുമ്പോൾ, ഇത് എൻ്റെ മകളാണ്, എൻ്റെ മകളെ കൊണ്ടുപോകുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്നെ തടയാൻ കഴിയില്ല എന്ന് പറയുന്നു. നീ അവളെ എപ്പോഴെങ്കിലും മകളായിട്ട് കണക്കാക്കിയിട്ടുണ്ടോ? ഇന്ന് നിന്റെ മകളുടെ പിറന്നാളാണ്, നിനക്ക് ഓർമ്മയുണ്ടോ? എന്നാൽ അച്ഛന് അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ഷാലുൻ, എനിക്ക് പഠിക്കണം. ഇത് കേട്ടവരുടെ അമ്മാവനെ അടിക്കാനായി കൈപൊക്കി. ഒരു നല്ല ദിവസം അവിടെ അച്ഛൻ കാരണം കുളമാവുകയും അച്ഛൻ്റെയും അമ്മാവൻ്റെയും വഴക്ക് കണ്ട് ദേഷ്യം വന്ന ഷാലുൻ ഒരു ഗ്ലാസ് പൊട്ടിച്ചുകൊണ്ട്, ദയവായി മുത്തശ്ശിയെയും അമ്മാവനെയും ശല്യപ്പെടുത്തരുത്, ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് ഓടിപ്പോവുകയാണ്. എന്നാൽ ആ സമയത്തായിരിക്കും ജിയാങ് കേക്കുമായിട്ട് അവിടെ എത്തുന്നത്. വീട്ടിലെ വഴക്ക് കാരണം അവൾ എവിടെയോ ഓടിപ്പോയെന്ന് അറിഞ്ഞ് ഷാലുനെ അന്വേഷിക്കാനായി അവനും പുറപ്പെട്ടു. അന്വേഷിച്ചു നോക്കുമ്പോഴാണ് അവൾ കടൽ തീരത്ത് വെച്ച് കണ്ടെത്തുന്നത്. ശേഷം അവളുടെ ആ വിഷമം മാറ്റാൻ അവർ രണ്ടുപേരും പുറത്തു നിന്ന് ഫുഡെല്ലാം കഴിക്കുകയും ആ ഒരു ദിവസം എൻജോയ് ആക്കുകയാണ്. എന്നിട്ട് ജിയാങ് ചോദിച്ചു, എന്താണ് സംഭവിച്ചെന്ന്? ഇപ്പോൾ എന്നോട് പറയുമോ? എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്, എന്നെ സ്കൂളിൽ വിടാനേ താല്പര്യമില്ല, പകരം ഫാക്ടറിയിൽ ജോലിക്ക് അയക്കാനാണ് ആഗ്രഹം. എൻ്റെ അച്ഛനുമായി അമ്മാവനും മുത്തശ്ശിയും വഴക്കിട്ടു. അച്ഛൻ എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടമല്ലാത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനൊരു പെൺകുട്ടിയായത് കൊണ്ടാകാം എന്നവൾ ആകെ വിഷമിച്ച് പറയുമ്പോൾ, നീ ഒരു നല്ല പെൺകുട്ടിയാണ്, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് അവൻ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. ഡ്രാമയുടെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ലൈക്കും കൂടി ചെയ്യണേ.